7 വർഷക്കാലം അവരത് നടത്തി. ഉമ്മൻചാണ്ടി ഗവൺമെന്റും ആ വിലയ്ക്ക് വൈദ്യുതി വാങ്ങിച്ചു. 6 വർഷത്തിലധികം കാലം ഈ ഗവൺമെന്റും വൈദ്യുതി വാങ്ങിച്ചു. 2 വർഷക്കാലം മുമ്പ് ആ കരാർ റദ്ദാക്കി. ഇത് 1 യൂണിറ്റിന് 4 രൂപ 29 പൈസയ്ക്ക് വൈദ്യുതി 25 വർഷത്തേക്ക് വാങ്ങിക്കുന്ന കരാർ റദ്ദാക്കി. എന്നിട്ട് കരാർ റദ്ദാക്കിയിട്ട് എത്ര രൂപയ്ക്കാണ് വൈദ്യുതി മേടിച്ചത്? 1 പൈസ കുറച്ചല്ല മേടിച്ചത്. 6 രൂപ മുതൽ 12 രൂപ വരെ വൈദ്യുതി വാങ്ങിച്ചു. 4 രൂപ 29 പൈസയ്ക്ക് 1 യൂണിറ്റ് വൈദ്യുതി മേടിക്കാനുള്ള കരാർ റദ്ദാക്കിയിട്ട് 12 രൂപ എന്ന 3 ഇരട്ടിക്ക് വരെ ഇവര് വൈദ്യുതി ചാർജ് വാങ്ങിച്ചു. അതായത് ഒരു ദിവസം 15-20 കോടി രൂപ ഈ വൈദ്യുതി മേടിക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം വൈദ്യുതി ബോർഡിന് നഷ്ടമുണ്ടായി. അധികം തുക ചെലവാക്കേണ്ടി വന്നു. അതാണ് വലിയ ബാധ്യതയിലേക്ക് പോയത്. UDF ഗവൺമെന്റ് അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ, അധികാരത്തിൽ ഉണ്ടായിരുന്ന സമയത്ത് വൈദ്യുതി ബോർഡ് ലാഭത്തിലാക്കി 20 പൈസ കുറച്ചു കൊടുത്താണ്. അതുവരെ ഉണ്ടായിരുന്ന വലിയ കടങ്ങളൊക്കെ കുറച്ചു കൊണ്ടുവന്നു. 1000 ചില്ലാൻ കോടി രൂപ മാത്രമാക്കി കടം 2016. ഈ 2024 ആയപ്പോ കടം 1083 കോടി രൂപയിൽ നിന്ന് 45,000 കോടി രൂപയാക്കി വർദ്ധിച്ചു. എന്തുകൊണ്ടാ? ഈ ബാധ്യതയാണ്. അപ്പൊ കരാർ റദ്ദാക്കിയിട്ട് അദാനി കമ്പനിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് ധാരണ ഉണ്ടാക്കിയത്. അദാനി കമ്പനി അവസാനം അത് റദ്ദാക്കി, കരാർ റദ്ദാക്കിയ നടപടി റദ്ദാക്കി. അപ്പൊ അവര് കേസിന് പോയിരിക്കുകയാണ്. മാത്രമല്ല ഒരുപാട് പദ്ധതികൾ വൈദ്യുതി ബോർഡിൽ കൊണ്ടുവന്നതെല്ലാം അഴിമതി നിറഞ്ഞ പദ്ധതികളായി മാറി. ഇതിന്റെ എല്ലാം പാപഭാരം ചുമക്കേണ്ടി വരുന്നത് സാധാരണക്കാരായ ആളുകളായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും